ജനാധിപത്യ രാജ്യത്ത് മാധ്യമങ്ങൾ എന്താണ് കാണിക്കുന്നത് എന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് അവർ ഏതൊക്കെ വസ്തുതകളാണ് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് എന്നതിന്. രാജ്യത്തെ ഭൂരിഭാഗം ദൃശ്യമാധ്യമങ്ങൾക്ക് വാർത്തകളും ദൃശ്യങ്ങളും എത്തിച്ചു നൽകുന്ന പ്രധാന വാർത്താ ഏജൻസികൾ തന്നെ നിശബ്ദത പാലിക്കുമ്പോൾ അത് കേവലം ഒരു വാർത്ത വിട്ടുപോയതല്ല, മറിച്ച് കൃത്യമായ പ്രൊപ്പഗണ്ടയുടെ ഭാഗമാണ്. ജൂലൈ 20-ന് ഡൽഹിയിൽ നടന്ന വൻ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ ഉണ്ടായ പോലീസ് അതിക്രമങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസിയായ ANI പുലർത്തിയ പക്ഷപാതിത്വത്തെയും നിശബ്ദതയെയും കൃത്യമായ കണക്കുകളും ഗ്രാഫുകളും നിരത്തി തുറന്നു കാണിക്കുകയാണ് ആൾട്ട് ന്യൂസ്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ജൂലൈ 20-ന് വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും നടത്തിയ ചലോ സെൻസസ് മാർച്ചിന് നേരെ ദില്ലി പോലീസ് കടുത്ത ബലപ്രയോഗമാണ് അഴിച്ചുവിട്ടത്. 100-ലധികം വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും നിരവധി പേർ റാം മനോഹർ ലോഹിയ ആശുപത്രിയിലും ലേഡി ഹാർഡിംഗ് ആശുപത്രിയിലുമായി പ്രവേശിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അന്നേ ദിവസം രാവിലെ 9 മണി മുതൽ അർദ്ധരാത്രി വരെ ANI തങ്ങളുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ ആകെ പങ്കുവച്ച 404 പോസ്റ്റുകളിൽ ഒന്നിൽ പോലും വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റ കാര്യത്തെക്കുറിച്ചോ പോലീസ് നടത്തിയ അതിക്രമങ്ങളെക്കുറിച്ചോ ഒരു വാക്കുപോലും ഉണ്ടായിരുന്നില്ല. ആൾട്ട് ന്യൂസ് വിശകലനം ചെയ്ത കണക്കുകൾ പരിശോധിച്ചാൽ ഇത് കൂടുതൽ വ്യക്തമാകും. അന്ന് ANI പങ്കുവച്ച 404 ട്വീറ്റുകളിൽ 102 എണ്ണവും ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതായത് മൊത്തം ട്വീറ്റുകളുടെ 25%-ലധികം. എന്നാൽ ഈ 102 ട്വീറ്റുകളുടെ വിഭജനം നമ്മൾ നോക്കിയാൽ അതിൽ 65% ട്വീറ്റുകളും പോലീസിന്റെ ഭാഗം ന്യായീകരിക്കുന്നതും ക്രമസമാധാന പാലനത്തിനായി പോലീസ് നടത്തുന്ന ശ്രമങ്ങൾ കാണിക്കുന്നതുമായിരുന്നു. 20% ട്വീറ്റുകൾ ഭരണപക്ഷ നേതാക്കളുടെ പ്രസ്താവനകളും പോലീസിന് പരിക്കേറ്റുന്ന വാദങ്ങളുമായിരുന്നു. ബാക്കി 15% ഡൽഹി പോലീസ് പുറത്തിറക്കിയ ഫാക്ട് ചെക്കുകൾ യാതൊരു പരിശോധനയുമില്ലാതെ റീട്വീറ്റ് ചെയ്തതായിരുന്നു. എന്നാൽ പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ ഭാഗം വ്യക്തമാക്കുന്ന പോസ്റ്റുകളുടെ ശതമാനം 0 പോലീസ് ബലപ്രയോഗത്തിന്റെ സമയക്രമവും ANIയുടെ പോസ്റ്റുകളും തമ്മിലുള്ള വൈരുദ്ധ്യം ഒരു ലൈൻ ഗ്രാഫ് പോലെ വിശകലനം ചെയ്താലും ഇത് കാണാം. ഉച്ചയ്ക്ക് 1:30-നാണ് പോലീസിന്റെ ലാത്തി ചാർജും പെല്ലറ്റ് പ്രയോഗവും ശക്തമാകുന്നത്. ഈ സമയം മുതൽ വൈകുന്നേരം 4 മണിവരെ ഡൽഹിയിലെ ആശുപത്രികളിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ എണ്ണം കുത്തനെ ഉയർന്നു. എന്നാൽ ഇതേ സമയത്തിനിടയിൽ ANI പങ്കുവച്ച 35ഓളം ട്വീറ്റുകളിൽ ഒന്നിൽ പോലും ആശുപത്രി ദൃശ്യങ്ങളോ വിദ്യാർത്ഥികളുടെ മൊഴികളോ വന്നില്ല. പകരം ട്രാഫിക് തടസ്സങ്ങളെക്കുറിച്ചും പോലീസിലെ സുരക്ഷാ സന്നാഹങ്ങളെക്കുറിച്ചുമുള്ള വാർത്തകൾ മാത്രമായിരുന്നു അവർ നൽകിയത്. പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഡൽഹി പോലീസ് അവകാശപ്പെട്ടത്. എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് വ്യക്തമാക്കുന്ന ഉദാഹരണങ്ങൾ ആൾട്ട് ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇർഷാദ് മൻസൂറി എന്ന 22-കാരനായ വിദ്യാർത്ഥിയുടെ കണ്ണിലും മുഖത്തും പെല്ലറ്റുകൾ തറച്ചു കയറി കാഴ്ചശക്തി ഭാഗികമായി നഷ്ടപ്പെട്ടു. ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ അദ്ദേഹത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ടുകളും ആൾട്ട് ന്യൂസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാഹിൽ ലോജപ് എന്ന ചെറുപ്പക്കാരൻ പെല്ലറ്റ് മുറിവുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് പെല്ലറ്റുകൾ നീക്കം ചെയ്തതിന്റെ രേഖകളും ചിത്രങ്ങളും ആൾട്ട് ന്യൂസ് സംഘം പുറത്തുകൊണ്ടുവരികയും ചെയ്തു. ഈ വിഷയത്തിൽ നിലവിൽ പുറത്തുവരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കൂടി പരിശോധിച്ചാൽ വിഷയം ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. സംഭവ ദിവസത്തെ CCTV ദൃശ്യങ്ങളും ഡ്രോൺ ദൃശ്യങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. കൂടാതെ ബലപ്രയോഗത്തെക്കുറിച്ച് വിശദീകരണം നൽകാൻ ഡൽഹി പോലീസിനോടും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോടും കോടതി ആവശ്യപ്പെട്ടു. തങ്ങൾ സ്വയം പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് പോലീസിന്റെ വാദം.